ആദ്യ 12 മത്സരങ്ങളിൽ വെറും 3 ജയം, പിന്നീടുള്ള 7 മത്സരങ്ങളിൽ 4 ജയം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കുതിപ്പിന് പിന്നിൽ ഒരു മലയാളി മാജിക് എന്നാണ് ആരാധകരുടെ പക്ഷം. ആ മലയാളി മാജിക്കിൻ്റെ പേരാണ് TGP മാജിക് എന്നെന്ന് വിളിക്കുന്ന TG പുരുഷോത്തമൻ. സ്വാഗതം. താങ്കളുടെ ഒരു TGP മാജിക് എന്നാണ് ആരാധകർ ഒറ്റ വാക്കിലെ വിശേഷിപ്പിക്കുന്നത്. ഒരു TGP മാജിക് ആണോ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു വിജയമന്ത്ര അതെന്താണ്? ഇല്ല, ഇതിൽ മാജിക് ഒന്നുമില്ല. ഒരു ടീമായിട്ട് കളിക്കുക, ടീമിന് വേണ്ടി കളിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കളിക്കുക. അത് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മുടെ കോച്ചിങ് സ്റ്റാഫ് എല്ലാവരും അതിന് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് അത്. മാജിക് ഒന്നും ഇല്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് നമുക്ക് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള കളിക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. അവരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്തോളും. എല്ലാ ക്രെഡിറ്റും കളിക്കാർക്കാണ്. ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ബിലോങ്സ് ടു ദം. ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. അതായത് തുടർ തോൽവികൾ, കോച്ചിനെ സാക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ ആരാധകരുടെ ഒരു പ്രൊട്ടസ്റ്റ്, അങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് താങ്കൾ ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതൊരു ചലഞ്ചിങ് ആണ്. അത് ചെറിയൊരു ചലഞ്ച് ആയിരുന്നില്ല. തീർച്ചയായിട്ടും ഇത് ജോലിയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെ കണ്ടിട്ടുള്ളത്. എല്ലാത്തിനെയും എല്ലാ ചാലഞ്ചസും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ. നമുക്കത് ഓവർകം ചെയ്തല്ലേ പറ്റൂ. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യേണ്ടതാണ്. അത് അങ്ങനത്തെ ചാലഞ്ച് കൂടെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് തരണം ചെയ്യാൻ അത്രയ്ക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് എല്ലാ ക്രെഡിറ്റ് കളിക്കാർക്കാണ്. ഇത് എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇത്. ഇനി ഒന്നും ആയിട്ടില്ല. ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് കളികൾ ഇനി വരുന്നതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് ആണ്. എല്ലാം ഓർമ്മയിലുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാണ്ട്. അത് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു ചരിത്രം എന്ന് പറയുന്ന കഴിഞ്ഞ മത്സരം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോയി അവിടെ തോൽപ്പിക്കുന്നത്. ആ ഒരു ക്രെഡിറ്റും ഒരു മലയാളിക്ക് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷമാണ്. അത് തന്നെയായിരിക്കും ഒരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന വിജയം. ഓരോ വിജയവും നമുക്ക് പോസിറ്റീവ്നെസ് തന്നിട്ടുള്ളൂ. ഓരോ വിജയം മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം എപ്പോഴും നമുക്ക് ആർജിച്ച് വന്നിട്ടുള്ളൂ. ഒബ്വിയസ്ലി ഒരു ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മാച്ചും നമ്മുടെ ജംഷഡ്പൂരായിട്ടുള്ള എവേ മാച്ച്, രണ്ട് എവേ മാച്ചാണ് നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാ മാച്ചസും നമുക്ക് പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഡിസേർവിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടാത്ത 2 മാച്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇനി അങ്ങനത്തെ മാച്ചസ് ആവർത്തിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മാച്ചസ് ആണ് ക്രൂഷ്യൽ. അപ്പോൾ ഓരോ മാച്ചും നമുക്ക് എപ്പോഴും മുൻകൂട്ടി തന്നെയാണ്. ഇനി 5 മത്സരങ്ങൾ എന്ന് പറയുന്നത് ചെറിയ മത്സരങ്ങളല്ല. മുൻ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെതിരെയാണ് ആദ്യ മത്സരം. നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ മത്സരമുണ്ട്, ഗോവയ്ക്കെതിരെ മത്സരമുണ്ട്, ജംഷഡ്പൂരിനെതിരെ മത്സരമുണ്ട്. ഇതിലൊരു 5-ൽ 4 ടീമുകളും ഈ ടോപ്പ് 6-നകത്തുള്ള ടീമുകളാണ്. അതൊരു ചെറിയ പോരാട്ടമല്ല, വെല്ലുവിളിയല്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വെല്ലുവിളിയും അതിജീവിച്ചാലേ പറ്റൂ. ബിക്കോസ് വി ആർ കേരള ബ്ലാസ്റ്റേഴ്സ്. വി ഹാവ് ടു ഷോ ദാറ്റ് ഞങ്ങൾ അത്രയ്ക്കധികം സപ്പോർട്ടേഴ്സും അത്രയ്ക്കധികം ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ശക്തി തന്നെയാണ്. നമുക്കതിനെ അതിജീവിച്ചേ പറ്റൂ. എന്തായിക്കോട്ടെ, ഏത് ഒപ്പം ഉണ്ടായിക്കോട്ടെ, വി ഡോണ്ട് കെയർ. നമ്മുടെ ക്വാളിറ്റി എൻ്റെ കളിക്കാർ മുന്നിൽ ഞാൻ കാണുന്നത് അവരാണ് ഈ ലീഗിൽ ഏറ്റവും നല്ല കളിക്കാരെന്നുള്ളതാണ്. അപ്പോൾ അവർ അത് പ്രൂവ് ചെയ്താൽ മതി. വി ക്യാൻ അച്ചീവ് ദാറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ ചെന്നൈയിനായിട്ടുള്ള മത്സരത്തിന് ശേഷം ഒരു നീണ്ട ഗ്യാപ്പ് വന്നു. അതായത് പക്ഷേ അതൊരു മൊമെന്റം നഷ്ടപ്പെടുത്തിയോ എന്ന് തോന്നുന്നുണ്ടോ, അതോ പ്ലേയേഴ്സിന് മതിയായ വിശ്രമം കിട്ടി അവർ കൂളായി തിരിച്ചു വരാനുള്ള ഒരു അവസരം എങ്ങനെയാണ്? അത് രണ്ടുമുണ്ട്. നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി, ഒരു 3 ദിവസം റെസ്റ്റ് കിട്ടി. പിന്നെ തിരിച്ച് നമ്മൾ സെഷൻസിലേക്ക് വരികയാണ്. കുറച്ചും കൂടി നമ്മുടെ ഇംപ്രൂവൈസേഷനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഓരോ ദിവസം നമ്മൾ വർക്ക് ചെയ്ത് അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി വി വിൽ അച്ചീവ് ദാറ്റ്. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ വലിയ സന്തോഷം, ഒരു ചരിത്ര ജയത്തിന്റെ ഇടയിലും ചെറിയൊരു നിരാശ. അത് ചോദിക്കുന്ന ആരാധകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ലൂണയും നോവയും നമ്മളുടെ ചെറിയൊരു ക്ലാഷ്. അപ്പോൾ ലൂണ അതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ പറഞ്ഞിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് താൻ ആ പ്രശ്നം പരിഹരിക്കുന്നു. ആ പ്രശ്നം പരിഹരിച്ചോ? അതെ, ക്യാപ്റ്റൻ പറഞ്ഞല്ലോ റോൾ പറഞ്ഞതെല്ലാം ഇത് ക്വൈറ്റ് നാച്ചുറൽ. പ്രൊഫഷണൽ ഫുട്ബോളിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അത് അത്രയ്ക്ക് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. ദേ നോ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് ഇഷ്യൂസ്. അത്രയ്ക്ക് ഒരു ലൂന എന്നൊരു ക്യാപ്റ്റനും നോ എന്നുള്ളൊരു ലീഡറുമാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ പോകണ്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെ പോവുള്ളൂ. ഒരു സംശയവും വേണ്ട. അതുമായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പോകും. ഓക്കെ. ഒപ്പം തന്നെ ബാക്കി ഇഞ്ചുറി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ അപ്ഡേറ്റ്സോ, പ്രത്യേകിച്ച് വിഷ്കാസൊക്കെ ആദ്യ മത്സരം കളിക്കാൻ പറ്റിയില്ല. വിഷ്കാസിൻ്റെ അപ്ഡേറ്റ് എന്താണ്? വികാസ് കമ്മിങ് മാച്ചസിൽ ഉണ്ടാവുന്ന പ്രതീക്ഷയാണ്. നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട്സിൻ്റെ അവസാനത്തെ -1 നോക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീമിനെ
മോൾഡ് ചെയ്തെടുക്കുള്ളൂ. ഒപ്പം തന്നെ മോഹൻ ബഗാൻ ചെറിയ ടീമല്ല, ഒരുപക്ഷെ ഏറ്റവും ഡെഡ്ലി ടീം, ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് തന്നെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. പക്ഷേ നമ്മുടെ ഒരു എൽ ക്ലാസിക്കോ എന്നൊക്കെ തന്നെയാണ് സ്ഥിരമായി വിശേഷിപ്പിക്കാതെ. അവർക്കെതിരെ ഒരു ചലഞ്ചാണ്, എന്നാൽ വി ആർ റെഡി ഫോർ ദാറ്റ്. ഷുവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ചാലഞ്ചിനെ അതിജീവിച്ചാലേ പറ്റൂ. നമ്മളത് അതിജീവിക്കുക. നമുക്ക് എല്ലാ ടീമും എൻ്റെ കളിക്കാരൻ ഞങ്ങളുടെ കളിക്കാരിൽ കാണുന്നതെന്ന് വെച്ചാൽ ദേ ആർ ദ ബെസ്റ്റ്. അതിൽ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ മറ്റേ ഏത് ടീമെന്നുള്ളതല്ല, നമുക്ക് ഒപ്പോൺ ടീം ഏതാണോ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അത് മനസ്സിലാക്കി അതിനെ എന്താ തരണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുള്ള വിശ്വാസമുണ്ട്. ഹോപ്പ്ഫുള്ളി വിൽ സീ. അതുപോലെ തന്നെ ഇന്ത്യൻ കോച്ചസിന്റെ ഒരു ബ്രില്യൻസും കൂടി തെളിഞ്ഞൊരു സീസണാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഖാലിദ് ജമീൽ അവിടെ പിന്നെ തിളങ്ങുന്ന ജംഷഡ്പൂരിന് വേണ്ടി താങ്കൾ വരുന്നു. ഓക്കെ, ഒരുപക്ഷെ ഇന്ത്യൻ ലീഗായിട്ട് ഇന്ത്യൻ കോച്ചസ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത്തരം തെളിയിക്കുന്നത് വരുന്ന സീസണിലെങ്കിലും കൂടുതൽ ഇന്ത്യൻ കോച്ചസിന് അവസരം കിട്ടുമെന്ന് പേഴ്സണലി വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല ഇന്ത്യൻ കോച്ചസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ബിനോയ് കോച്ച് ഉണ്ട് കേരളത്തിൻ്റെ, അതുപോലെ ഷമീൽ വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അതുപോലെ ക്ലിഫേർഡ് മിറൻഡി ഉണ്ട്, ഖാലിദ് ജമീൽ ഉണ്ട്, റെനഡി മാർട്ടിൻസ്, കുറേ നല്ല കോച്ചസ് ഉണ്ട് നമുക്ക്. അവർക്ക് ചാൻസസ് കിട്ടുമ്പോൾ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഓൺ ദ ടോപ്പ്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. കോച്ചിങ് സിലബസസും അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ പോസിറ്റീവ് വേയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നത് നമ്മുടെ കാണികൾ വരാതിരുന്നു. ഗ്രൗണ്ട് ഒരു ശോകം ലൈനിലായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരികയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്ത മത്സരത്തിൽ പ്രത്യേകിച്ച് ഒരു നിർണായക മത്സരമാകുമ്പോൾ ഗാലറി നമ്മുടെ പഴയ പോലെ ഉണ്ടാവുന്നതാണ്. ഗാലറി എല്ലാം പഴയ പോലെ ആവണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എനർജിയാണ് എല്ലാവർക്കും കളിക്കാനായിട്ട്. അതാണ് ഞങ്ങളുടെ 12th man എന്ന് പറയാറുള്ള പോലെ അത് ഞങ്ങളുടെ ഒരു എക്സ്ട്രാ എനർജി തന്നെയാണ്. ഞങ്ങൾക്കത് വേണം. ഹോപ്പ്ഫുള്ളി തിങ്ക് ഫോർ ദ പോസിറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ലഗാത്തോറിന്റെ കാര്യം മിസ് ചെയ്ത് പോയതാണ്. ലഗാത്തോർ ഓക്കെ ആണോ? കൂടുതൽ ടീമിനോട് ഇഴുകിച്ച് അതെ ഡ്യൂസൺ ടീമിനൊപ്പം മിങ്കിൾ ചെയ്ത് വന്നതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഹി വിൽ ഗിവ് ഹിസ് ഇംപാക്ട് ഫോർ ദ ടീം. എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ആരാധകരോട് അടുത്ത മത്സരത്തിൽ എന്ത് തരത്തിലുള്ളൊരു നമ്മുടെ പഴയ പോലെ സപ്പോർട്ട് വേണം, ഒപ്പം തന്നെ ആരാധകർക്കൊക്കെ നൽകാനുള്ള ഒരു സന്ദേശം അവസാനമായിട്ട്? ടീമിൻ്റെ ഒപ്പം നിൽക്കുക. ടീമിൻ്റെ ഒപ്പം നിങ്ങളാണ് ഇതുവരെ എത്തിച്ചെന്നിട്ടുള്ളത്. അതിനോടൊപ്പം ടീമിൻ്റെ ഒപ്പം നിൽക്കുക. ഞങ്ങൾ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അതിൻ്റെ മാക്സിമത്തിൽ നിന്ന് അല്ലെങ്കിൽ 110% എഫേർട്സിൽ ചെയ്തിരിക്കും. ഒരു സംശയവും വേണ്ട. വി വിൽ ഗെറ്റ് എവറിത്തിങ് ടുഗദർ വി ഗോ. അപ്പോൾ പ്ലേ ഓഫ് പ്രതീക്ഷ ഏറെക്കുറെ നമ്മൾ ഉറപ്പിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെ ചത്തുമരിച്ച് കളിക്കും. അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പ്ലേ ഓഫ് മാത്രമല്ല, ഒരു ഒബ്വിയസ്ലി നമ്മൾ കളിക്കുന്നത് ലീഗ് വിന്നേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാച്ച് ബൈ മാച്ചാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുള്ളൂ. അതിന് ഓരോ മാച്ച് ബൈ മാച്ച് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. അതാണ് നമ്മുടെ വിശ്വാസവും. സോ ദാറ്റ്സ് അവർ പ്ലാൻ. ഓക്കെ, എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും തകർക്കട്ടെ. പ്ലേ ഓഫ്, കിരീടം, ചെന്നൈയിലെ ചരിത്രം, ലീഗിലെ ചരിത്രമായ ആദ്യത്തെ കിരീടം എന്നുള്ളത് ഒരു മലയാളി കോച്ചിലൂടെ വരട്ടെ എന്നുള്ളതാണ് ആരാധകൻ എന്ന തരത്തിൽ എനിക്കും പറയാനുള്ളത്. എല്ലാ ഭാവുകങ്ങളും നേരിടും. Let's be positive. We'll do it.